ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാട്ടോ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലായിരുന്നോ, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല, കാറിൽ തന്നെ ഇരിക്കേണ്ടി വന്നു, പാർക്കിലൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്ന്. അപ്പം ഇന്ന് അത് തീർക്കാമെന്ന് വിചാരിച്ചു. മക്കളെയും കൊണ്ട് ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് ഇറങ്ങി വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഉമ്മയൊക്കെ ഉണ്ട്, മോനൊക്കെ ഇതാ ഉറക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഇതിലാണ് അവനിങ്ങനെ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഒരു ഷോർട്ട് കട്ട് അടിക്കാൻ നോക്കിയതാണ്. പക്ഷേ സംഭവം പണി പാളി. അവിടെ ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് ചെയ്തിട്ട് ഇതുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ റോഡിന് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് എത്തല്ലോ വിചാരിച്ച് ചെയ്ത പണിയാണ്. പക്ഷേ എളുപ്പ വഴി നല്ലതല്ല എന്ന് പറഞ്ഞതുപോലെ നമുക്കത് കഴിഞ്ഞില്ല കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഏകദേശം അവിടെ എത്തിയപ്പം മക്കളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്, മോനൊക്കെ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട്. അവനൊക്കെ ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. സംഭവം അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ഒരു ഉഷാറാവുമല്ലോ. അങ്ങനെ ഈ പാർക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഇങ്ങനെ മക്കളൊക്കെ ഇറങ്ങി, എല്ലാവരും ടിക്കറ്റൊക്കെ എടുക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് മക്കൾക്ക് കളിക്കാനുള്ള സംഭവം തന്നെയാണ്. എന്നാലും നമുക്കിങ്ങനെ കണ്ട് നടക്കാൻ നല്ല രസമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും കയറി ഇരിക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു ഹൈപ്പൊന്നും ഇല്ലാത്തൊരു സാധാ പാർക്കാണ്. വലിയൊരു ഹൈപ്പൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളൊക്കെ ഒന്ന് കയറി ജസ്റ്റ് അവരുടെ കൂടെ ഒന്ന് ഇരുന്ന് മക്കളെ കൂടെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ കുറേ നടന്ന് കാണാനൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഈവനിങ് കുറച്ച് വെയിലൊക്കെ ആറി വരുന്നുള്ളൂ. അപ്പോഴേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്നത്തെ പോലെ ഇന്നും മഴയാണെങ്കിൽ സംഗതി പാളുമല്ലോ. അതുകൊണ്ട് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നേരത്തെ ഇറങ്ങിയത് കേട്ടോ. എങ്ങോട്ടാ ബാബ, എങ്ങോട്ടാ പോണേ? എന്നാ വാ പോവാ, അങ്ങോട്ട് പോവാ. വാ, പേടിയോ? കൂടെ നോക്ക് മോനെ. അയ്യോ, പോവടുത്തുന്നല്ല അങ്ങോട്ട് അവിടെ എന്താ ഉള്ളേ? കിണറില്ല അവിടെ, കിണറില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട്. പുറത്തെത്തിയിട്ടുണ്ട് പറഞ്ഞു. അപ്പഴാ പുറത്തെത്തി കേട്ടോ. ശരിക്ക് എന്നിട്ടാണ് ഇവിടെ ഒരു ചെറിയ ഗുഹ. പെട്ടെന്ന് പുറത്തിറങ്ങാം. ഞാൻ അവർക്ക് ഫുഡൊന്നും കൊടുത്തില്ലായിരുന്നു കേട്ടോ. ഫുഡ് കൊടുത്തിട്ട് അവർ കഴിക്കാഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഗീ റൈസ് തന്നെ ഉണ്ടാക്കിന്. അത് ഞാനിങ്ങനെ ടിഫിനിലാക്കി അങ്ങോട്ട് എടുത്തു. കാരണം എന്താ വെച്ചാൽ കളിയിലൂടെ കഴിക്കുന്നത് വേറൊരു ടേസ്റ്റാണല്ലോ അവർക്ക്. അതുകൊണ്ട് വയറ് നിറയുകയും ചെയ്യും, അവർ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പിന്നെ അതിലാക്കി എടുത്ത് പാർക്കിലേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർക്ക് കൊടുത്തിട്ട് അവർ കഴിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഹാഫ് പോർഷൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കുറച്ചുകൂടി കഴിഞ്ഞാൽ കഴിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കുറച്ചുകൂടി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോകാനായിട്ടുള്ളത്. പിന്നെ കുറച്ച് മ്യൂസിക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് കയ്യിലേക്ക്. പിന്നെ അവിടെ ഒരു കുളമുണ്ട്. അവിടെ താഴത്ത് ഒരു അരുവി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ അവരിതാ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ ഓർമ്മയില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കുറേ നടക്കാനുണ്ടല്ലോ. അധികം ആളും ബഹളവും ഒന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ ചെറിയ മക്കളെയും കൊണ്ടുവരുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവിടെ ഉള്ളത്. പിന്നെന്ന് വെച്ചാൽ അവിടെ കുറേ താഴത്ത് ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് കേട്ടോ. മക്കൾക്കും വലിയവർക്കൊക്കെ ആടാം. മോളൊക്കെ ഭയങ്കര ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെ അവരെ ഇഷ്ടത്തിന് വിട്ടതാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിടിച്ച് വെക്കുന്നതിനെക്കാട്ടും നല്ല അവരങ്ങനെ നോക്കി നടക്കുന്നതല്ലേ നല്ലത്. അവരിഷ്ടത്തിന് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അധികം ആളും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വഴി തെറ്റിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ.
അതാ ഇവിടെ ഇനിയും പണികളൊക്കെ നടന്നുകൊണ്ട് ഇവിടെ കുറേ ജീവജാലങ്ങളുണ്ട് കേട്ടോ. കുറേ താറാവ്, കോഴികൾ, പിന്നെ പ്രാവുണ്ട്. പിന്നെ മുകളിൽ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. സംഭവം നമ്മൾ കാണാത്ത എന്തൊക്കെയോ ഉണ്ടാവും കേട്ടോ. എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. താറാവിനൊക്കെ വൈറ്റ് കളർ ഒരു ക്യൂട്ടായിട്ടുള്ള താറാവുണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട്. അതിപ്പോൾ നേരെ നിൽക്കുന്നില്ല സംഭവം. ഒരു പ്രാവതാ അവിടെ ഉണ്ട് കേട്ടോ. മക്കളൊക്കെ അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് താഴോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മക്കൾ കളിക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇതാ ഞാൻ പറഞ്ഞ താഴത്ത് നല്ല അരുവിയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണുള്ളൊരു സ്ഥലം. മക്കൾക്ക് കളിക്കുകയും ചെയ്യാം, നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ പോലുള്ളൊരു പാർക്കാണിത്. നമ്മൾ പണ്ടൊരിക്കലും ഇവിടെ വന്നിരുന്നു, അതുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് എന്ന് പറയുമ്പോൾ മക്കളിങ്ങനെ ഓരോന്ന് കയറി കളിക്കുകയാണ്. ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവരെ കളിയിൽ അവർ ഓരോന്ന് എൻജോയ് ചെയ്യട്ടെന്ന് വിചാരിച്ചു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ. ഇപ്പം അധികം ഞാൻ വീഡിയോസൊന്നും ഇടൽ കുറവാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓരോ ബിസിയും കാര്യങ്ങളും ആയിട്ടാണ്. പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ചുള്ളൊരു കാരണം. ഇനി ഈ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും മാക്സിമം കാണുക. അങ്ങനെ ഞാനിതാ എന്നെക്കൊണ്ട് പറ്റുമ്പോൾ ഞാൻ ഒരുപാട് എടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് ഓരോന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അള്ളാ ഒക്കെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ മക്കളിതാ കളിച്ചുകൊണ്ടിരിക്കാനാണ്. പിന്നെ ഞാൻ ഏകദേശം അവിടുന്ന് ഇറങ്ങാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കും ഇവർ കരച്ചിൽ, ബഹളമോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇനി അവരെ ഇറിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതും കൂടി ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ അവരെ ഒന്നിൽ കയറിയാൽ അവർക്ക് ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. അവരിറങ്ങണമെങ്കിൽ കുറച്ച് പണിയാണ്. പിന്നെ മോനധികം പേടിയോ കാര്യങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ട് പിന്നെ അധികമൊന്നുമില്ല അവന് കയറുന്നില്ല. ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങളിലാണ് അവൻ കയറുന്നത്. പിന്നെ അവിടെ ഒരു നല്ലൊരു സംഭവമുണ്ട്, ചെങ്ങാടം. അത് നല്ല രസമുണ്ടായിരുന്നു കയറിയിട്ട്. അങ്ങനെ അതിൽ ഞങ്ങളെല്ലാവരും കയറി. അതൊക്കെ നല്ല ഒരു എൻജോയ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെയും ഞങ്ങളിതാ മുകളിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. ഇനി അവിടേക്ക് പോയിട്ട് അവിടെ ഏതെങ്കിലും റൈഡ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കണ്ണിൽ പെടാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ പെടാത്തതാണിത്. അങ്ങനെ ഞങ്ങൾ അതിൽ കയറുന്നില്ല എന്ന് കുറേ വിചാരിച്ചിട്ടോ. പക്ഷെ കയറിയേ തീരുള്ളൂ. മോന് തീരെ വിടുന്നില്ല. അങ്ങനെ ഒരു ടീമൊക്കെ കയറിട്ടോ. അവർ കയറിയത് കണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അവർ കുറച്ച് വെയിറ്റ് നല്ലോണം ചവിട്ടി കൊടുക്കണം, എന്നാലേ അത് മുന്നോട്ട് പോവുള്ളൂ. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ട സംഭവമാണ്. മെഷീനും കാര്യങ്ങളും ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവർ കയറിയത് കണ്ട് മോനെയും കൊണ്ട് കയറാൻ മോൻ നല്ല വാശി പിടിച്ചിരുന്നു. ലാസ്റ്റത്തെ ഒരു സംഭവമല്ല, അവൻ വാശി പിടിച്ചല്ലേ വിചാരിച്ച് അവനെ എടുത്ത് കയറിയിട്ട് അവനെ നിലത്ത് വെക്കല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഏകദേശം അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷം ഈവനിങ് ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.